ഹിന്ദു മതത്തിലും ദൈവങ്ങൾ അവതാരമെടുക്കുന്നുണ്ട്. ഇതുപോലെ ക്രിസ്തു മതത്തിൽ വചനമാകുന്ന ദൈവം യേശുക്രിസ്തുവായി അവതാരമെടുത്തു. ഒരു അവതാരം മാത്രമാണോ യേശുക്രിസ്തു? ഒരിക്കലും ഒരു കുട്ടി എന്നോട് ചോദിച്ചു, മാഷേ, ഹിന്ദു മതത്തിലും ദൈവങ്ങൾ അവതാരമെടുക്കുന്നുണ്ട്, ക്രിസ്തു മതത്തിൽ വചനമാകുന്ന ദൈവം യേശുക്രിസ്തുവായി അവതാരമെടുത്തു. ഇതുപോലെ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്മാരെ ദൈവത്തിൻ്റെ അവതാരമാണെന്ന് പറയുന്നത് പോലെ ഒരു അവതാരം മാത്രമാണോ യേശുക്രിസ്തു? ഇതായിരുന്നു ആ സുഹൃത്തിൻ്റെ, ആ ഒരു കൂട്ടുകാരൻ്റെ ചോദ്യം. ഞാൻ അവനോട് പറഞ്ഞു, ഇതിൻ്റെ വ്യത്യാസം എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അവതാരം എടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ, പ്രത്യേകിച്ച് മഹാവിഷ്ണുവാണ് ദശാവതാരമൊക്കെ എടുത്തിട്ടുള്ളത്, പൂർണ്ണമായി അവതാരത്തിലേക്ക് വരുന്നില്ല. ഭഗവാന്റെ അംശമാണ് അവതാരമെടുത്ത് ഭൂമിയിലേക്ക് വരുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ശ്രീകൃഷ്ണനും കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ ബലരാമനും ഒരുപോലെ മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടാണ് അവർ കരുതുന്നത്. അതായത് ഒരു അംശം ശ്രീകൃഷ്ണനിലും മറ്റൊരു അംശം ബലരാമനിലും. ഇനി ഈ ഭൂമിയിൽ അവതാരമെടുക്കുമ്പോൾ അങ്ങ് വൈകുണ്ഠത്തിൽ മഹാവിഷ്ണു ഉണ്ടാവുകയും ചെയ്യും. ഇത് മാത്രമല്ല, അവരുടെ സിദ്ധാന്തം അനുസരിച്ചിട്ട് പിന്നെ അവതാരങ്ങൾ എടുക്കുമ്പോൾ, ഇപ്പോൾ ഒരു ഉദാഹരണമാണ്, ദശാവതാരത്തിൽ ഇല്ലാത്തൊരു അവതാരം മഹാവിഷ്ണുവിനെ നമുക്ക് കാണാം. അതാണ് മോഹിനി അവതാരം. അമൃത് കടയുമ്പോൾ അസുരന്മാരെ പറ്റിക്കാൻ വേണ്ടി മോഹിനിയുടെ വേഷം ധരിക്കുകയാണ്. പിന്നെ ശിവൻ അതിൽ അനുരക്തനാവുകയും മോഹിനിയിൽ ഒരു കുഞ്ഞ് ജനിക്കുകയും അത് അയ്യപ്പനായി എന്ന് നമ്മുടെ ഹിന്ദു മതത്തിൽ വിശ്വാസമാണ്. അപ്പൊ ഇങ്ങനെയൊരു അവതാരമല്ല യേശുക്രിസ്തുവിന്റെ അവതാരം എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. അതാണ് ഒന്നാമത്തെ വ്യത്യാസം. യേശുക്രിസ്തുവിന്റെ അവതാരം എന്ന് പറയുന്നത്, നമ്മുടെ അവതാരം എന്ന് പറയുന്നത് മനുഷ്യ അവതാരം തന്നെയാണ്. മനുഷ്യനെ പോലെ കാണപ്പെടുകയല്ല, മായയല്ല, അല്ലെങ്കിൽ മനുഷ്യനെ പോലെ പ്രദർശിപ്പിക്കപ്പെടുകയല്ല. തീർച്ചയായും മനുഷ്യനായി അവതരിക്കുകയാണ് ചെയ്തത്. അതായത് യേശുക്രിസ്തു അവതരിക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു. അബ്രാഹത്തിന് മുമ്പേ ഞാനുണ്ടെന്ന് യേശുക്രിസ്തു പറയുന്നുണ്ടല്ലോ. സ്വർഗത്തിൽ വചനമാകുന്ന ദൈവം തന്നെ ശൂന്യമാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. വചനമാകുന്ന ദൈവം തന്നെ ശൂന്യമാക്കി എന്ന് പറഞ്ഞാൽ പിന്നെ സ്വർഗത്തിൽ പുത്രൻ തമ്പുരാൻ വചനമാകുന്ന ദൈവമില്ല, അവിടെ നിന്ന് ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്, പൂർണ്ണമായി വന്നിരിക്കുകയാണ്, മനുഷ്യാവതാരം എടുത്തിരിക്കുന്നു. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, മാഷ അങ്ങനെ പറയുകയാണെങ്കിൽ ഹിന്ദുമതത്തിലും അവതാരം എന്ന് പറയുന്നത് ശരിയാണോ? ഞാൻ ഇവിടെ പറയുന്നത് ഹിന്ദുമതത്തിലെ അവതാരത്തെ പറ്റിയുള്ള അവരുടെ സിദ്ധാന്തം എന്താണോ അതിൽ നിന്ന് എങ്ങനെ മനുഷ്യാവതാര രഹസ്യം വ്യത്യസ്തമായിരിക്കുന്നു എന്ന കാര്യമാണ്. അല്ലാതെ ഹിന്ദുമതത്തിലെ അവതാരത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് വെച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ ഉത്തരം. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. പക്ഷെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളോട് പറഞ്ഞു കൊടുക്കാനായിട്ട് ഏറ്റവും മനസ്സിലാക്കുന്ന ആ വ്യത്യാസം എന്തെന്ന് അറിഞ്ഞിരിക്കണം. അതാണ് പറയുന്നത്. ഒരു വ്യത്യാസം നമ്മൾ കണ്ടു, ഹിന്ദുമതത്തിലെല്ലാം ദൈവത്തിൻ്റെ അംശങ്ങളാണ് അവതാരം എടുക്കുന്നതെങ്കിൽ ക്രിസ്തു മതത്തിൽ വചനം പൂർണ്ണമായും മനുഷ്യാവതാരം എടുക്കുകയാണ്. പിന്നെ ഹിന്ദുമതത്തിലെ ഓരോ ദേവന്മാരും ഇങ്ങനെ അവതാരം എടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ കാണുന്ന രാജാക്കന്മാരിലോ അല്ലെങ്കിൽ സന്യാസികളിലോ ഒക്കെ ഈ ദേവന്റെ പ്രസൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവതാരമാണെന്ന് പറയും. ഇന്നും അപ്രകാരം ആൾ ദൈവങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. ആൾ ദൈവങ്ങൾ പറയുന്നുണ്ട്, ഇന്ന ദൈവത്തിൻ്റെയാണ് ഞാൻ അംശം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് എന്നൊക്കെ ആൾ ദൈവങ്ങൾ അവകാശപ്പെടാറുമുണ്ട്. അങ്ങനെയുള്ള അവതാരങ്ങളെ കുറിച്ചാണ് ഇന്നും ആൾ ദൈവങ്ങൾ എന്ന രീതിയിലും ഒക്കെ കാണുന്നത്. എന്നാൽ ക്രിസ്തുമതത്തിൽ അങ്ങനെയില്ല. മനുഷ്യനായി ദൈവം ഭൂമിയിൽ ജനിക്കണം എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ മനുഷ്യരക്ഷയ്ക്ക് ഒരു മനുഷ്യൻ തന്നെ മുൻകൈ എടുക്കണം, അത് ആരെ കൊണ്ട് സാധ്യമല്ല എന്നതുകൊണ്ട് ദൈവം തന്നെ മനുഷ്യനായി അവതരിക്കുകയാണ്. അതാണ് യേശുക്രിസ്തു. ഈ രണ്ടാമതൊരു വ്യത്യാസം കൂടിയുണ്ട്, അത് നമ്മൾ അറിഞ്ഞിരിക്കുന്നതല്ല. ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം ശരീരം എന്ന് പറയുന്നത് വസ്ത്രം പോലെയാണ്. ആ ശരീരത്തെ അവരെ അംഗീകരിക്കുന്നില്ല. അല്ലെങ്കിൽ ശരീരം അതിൻ്റെ ദൗത്യം കഴിഞ്ഞാൽ ഉപേക്ഷിക്കപ്പെടും. ഇപ്പോൾ മത്സ്യമായി അവതരിച്ച മഹാവിഷ്ണു, അല്ലെങ്കിൽ ശ്രീകൃഷ്ണനായി അവതരിച്ച മഹാവിഷ്ണു, നരസിംഹമായി അവതരിച്ച മഹാവിഷ്ണു, അവതാരത്തിന് ശേഷം ആ ശരീരം അവിടെ എന്നേക്കുമായി ഉപേക്ഷിച്ച് തിരികെ പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ മഹാവിഷ്ണു നിലകൊള്ളുന്നു എന്നാണ് ഹിന്ദു മത വിശ്വാസം. എന്നാൽ അത് വസ്ത്രം പോലെയാണെന്ന് പറയാൻ മറ്റൊരു കാര്യമുണ്ട്. പുനർജന്മ സിദ്ധാന്തം എന്ന് പറയുന്ന സംഭവമാണ്. പുനർജന്മ സിദ്ധാന്തം അവർ പറയുന്ന ഇപ്രകാരമാണ്: ഇന്ന് ഭൂമിയിൽ ഒരു വ്യക്തി ജീവിക്കുന്നു, വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ മൃഗമായോ ചണ്ടാലനായോ ബ്രാഹ്മണനായോ ജനിക്കാം.
അതാണ് അവരുടെ പ്രബോധനം. അപ്പൊ ഇതുവരെയുള്ള ആത്മാവിനുള്ള വസ്ത്രമായിരുന്നു ഈ ശരീരം. അടുത്ത ജന്മത്തിൽ ഇതേ ആത്മാവ് വേറെ ശരീരം എടുത്ത് പോകും. അപ്പൊ ഈ ഒരു സിദ്ധാന്തം നമ്മൾ ഗീതോപദേശത്തിലും കാണുക. ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്ന കാര്യത, ഈ മുമ്പിൽ നിൽക്കുന്നവരെല്ലാം അവരുടെ ശരീരങ്ങൾ വസ്ത്രം പോലെയാണ്. അതുകൊണ്ട് നിന്റെ ഗുരുവാണോ നിന്റെ സഹോദരങ്ങളാണോ എന്ന് നീ കരുതേണ്ടതില്ല, ഭീഷ്മപിതാവാണോ എന്ന് കരുതേണ്ടതില്ല. അവരെ അമ്പെയ്ത് കൊന്നു കഴിഞ്ഞാൽ അവർ ആത്മാവ് മോക്ഷം പ്രാപിക്കുകയും അല്ലെങ്കിൽ മറ്റൊരു ശരീരം എടുത്ത് വരികയും ചെയ്യും. ഇതൊരു ശരീരം മാത്രമാണ് എന്ന് പറഞ്ഞൊരു ഉപദേശമാണ് ഗീതോപദേശം. എന്നാൽ ക്രിസ്തു മതത്തിൽ അങ്ങനെയല്ല. വചനമാകുന്ന ദൈവം മനുഷ്യനായി യേശുക്രിസ്തുവായി അവതരിച്ചപ്പോൾ ആ ശരീരം പിന്നെ ഉപേക്ഷിക്കപ്പെടുന്നില്ല. മരണശേഷവും ആ ശരീരം തന്നെ സ്വർഗീയ ശരീരമാക്കി മാറ്റി. ഇന്ന് സ്വർഗത്തിൽ നാം കടന്നു ചെല്ലുമ്പോൾ അവിടെ ദൈവം ഒരു കസേരയിൽ ഇരിക്കുന്നു എന്ന് കരുതുക. അത് യേശുക്രിസ്തുവാണ്, ഒരു മനുഷ്യനാണ്. നമ്മുടെ ഈ ശരീരവും ഉപേക്ഷിക്കപ്പെടാനുള്ളതല്ല. നാം മരിച്ചു കഴിഞ്ഞാൽ അന്ത്യവിധിയിൽ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ശരീരങ്ങൾ തന്നെ രൂപാന്തരപ്പെട്ട് സ്വർഗീയ ശരീരമാക്കി മാറ്റപ്പെട്ടുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. ഈ ഒരു രഹസ്യം നമുക്ക് ക്രൈസ്തവ രഹസ്യത്തിന്റെ ഭാഗമാണ്, വിശ്വാസ പ്രമാണത്തിന്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ ഇതാണ് ഹൈന്ദവ മതത്തിലെ അവതാരവും ക്രൈസ്തവ മതത്തിലെ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. മാത്രമല്ല ഹിന്ദു മതത്തെ സംബന്ധിച്ചിടത്തോളം ദേവന്മാരുടെ അവതാരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും ആളുകൾ വന്നു എന്ന് അവർ വിശ്വസിക്കാം. എന്നാൽ ക്രിസ്തു മതത്തെ സംബന്ധിച്ചിടത്തോളം ഇനി മറ്റൊരു അവതാരം ഇല്ല. മനുഷ്യൻ മനുഷ്യകുലത്തെ രക്ഷിക്കാൻ സാക്രിഫൈസ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ദൈവം തന്നെ മനുഷ്യനായി ആ സാക്രിഫൈസ് ഏറ്റെടുത്തു എന്നതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ രഹസ്യം. ഇതാണ് ഈ രണ്ട് പ്രധാന വ്യത്യാസങ്ങളാണ് ഹൈന്ദവ മതത്തിലെ അവതാര രഹസ്യവും ക്രൈസ്തവ മതത്തിലെ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.